രാവിലെ ഞാൻ എണീറ്റ് ചെന്നത് നമ്മുടെ ടാങ്കിലോട്ടാണ്. കാരണം നമ്മുടെ പോളാർ വൈറ്റിനെ ടാങ്കിലിട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പിന്നെ നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചോറും കുറച്ച് തേങ്ങയുടെ കൊത്തൊക്കെ ഒന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മളവനെ കണ്ട്. ഞാൻ അണ്ടർ പാർട്ട് വീഡിയോ ആണ് എടുത്തപ്പോഴത്തേക്കും ആശാൻ നമ്മൾ ഒരു വട്ടം കണ്ട് അവൻ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആശാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അവനൊരു കമ്പനിയില്ല. അതുകൊണ്ട് എന്തായാലും ഇവന് പറ്റിയൊരു പേരെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഈ പോളാർ വൈറ്റിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ കുളത്തിലെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് ഗപ്പീസ്, പിന്നെ പ്ലാറ്റി, പിന്നെ നമ്മുടെ തോട്ടിലൊക്കെ കാണുന്ന നമ്മളിവിടെ അതിനെ ടൈഗർ ഫിഷ് എന്നൊക്കെയാണ് പറയുന്നത്, ആ ടൈപ്പ് മീൻ അതിനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം എന്ന് വെച്ചാൽ എപ്പോഴും നല്ല നീറ്റാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല സത്യം പറഞ്ഞാൽ. കാരണം ഫോക്സ് ടെയിലുണ്ട്, അങ്ങനെയുള്ള കുറച്ച് വാട്ടർ ചെടികൾ കിടപ്പുകൊണ്ട് വെള്ളം ഇനി ക്ലിയർ ആവുമെന്നും അറിയത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ഷീറ്റെന്ന് വെച്ചാൽ നമ്മുടെ കടകളിൽ കിട്ടുന്ന 70 രൂപയ്ക്ക് കിലോയ്ക്ക് കിട്ടുന്നൊരു ഷീറ്റാണ്. ഏകദേശം 8 മാസത്തോളമായി നമ്മളിത് ഇട്ടിട്ടും ഇതുവരെ ലീക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനിടയ്ക്ക് 3 മാസം മീനെ നമ്മൾ നോക്കിയിട്ട് പോലുമില്ല. ഞാൻ വന്ന സമയത്ത് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. കുറച്ച് മീനൊന്നും ഇല്ലെന്നേ ഉള്ളൂ, കാരണം മഴയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് മീനെയൊക്കെ നഷ്ടപ്പെട്ടെച്ചാൽ ഈ തവള അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകും. പിന്നെ നല്ല കണ്ടീഷനായിട്ട് വെള്ളം കിടപ്പുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഗൗരാമിയുടെ പോണ്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കലങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മീനെ ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റാത്തത്. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതിനകത്ത് നമ്മുടെ ഗൗരാമിയുടെ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു 3 പീസ് പിങ്കാണോ യെല്ലോ ടൈപ്പ് ഗൗരാമി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്പരത്തുണ്ട്. ഇതൊക്കെ നാച്ചുറലായിട്ട് ഇവിടെ കിടന്ന് ബ്രീഡാവുന്നുണ്ട്. ഞാൻ ഇതിനും കൊടുക്കുന്ന ചോറും അതുപോലെ തേങ്ങയുടെ തങ്ങളെ ഐറ്റംസാണ് കൊടുക്കുന്നത്. അതൊക്കെ അവന്മാർ കഴിക്കുന്നുമുണ്ട്. പിന്നെ നൈസായിട്ട് സെറ്റായിട്ട് പോട്ടെ. നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള മീനുകളാണ് ഈ ഗൗരാമിയൊക്കെ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേൽ നമുക്ക് വളർത്തിയെടുക്കാം. അതുകൊണ്ട് പിന്നെ വിഷയമില്ല. അപ്പം ഈ വീഡിയോ കാണുന്നവരൊന്നും നമ്മളതിന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ നിൽക്കണേ. അപ്പോൾ അടുത്തടുത്ത വീഡിയോസ് നമുക്ക് ഇടാനും നമുക്ക് തോന്നും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഫ്രണ്ട്സ്. ഓക്കെ, ബൈ.